ഹലോ, അസ്സാം വലൈക്കും. എന്തൊക്കെയാണ് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അപ്പം ഇന്ന് കാണിക്കുന്നത് നല്ല അടിപൊളി റെസ്റ്റോറൻറ്റ് സ്റ്റൈലിലുള്ള ചില്ലി ചിക്കനും അതുപോലെ തന്നെ രണ്ട് ടൈപ്പിലുള്ള ഫ്രൈഡ് റൈസുമാണ് കാണിക്കുന്നത് കേട്ടോ. ഒന്ന് ഷെഷ്വാൻ ഫ്രൈഡ് റൈസ്, ഒന്ന് സാധാ വൈറ്റ് കളറിലുള്ള ഫ്രൈഡ് റൈസും. അത് രണ്ടും നമ്മൾ റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ കഴിക്കുന്ന നല്ല അടിപൊളിയായിട്ട് നമുക്ക് ചൂടോടുകൂടി വിളമ്പി തരുന്ന ആ ഒരു സ്റ്റൈലിലുള്ള സെയിം ടേസ്റ്റ് കേട്ടോ. അപ്പം നമ്മൾ നോക്കിയാലോ, ഒരുപാട് ആൾക്കാർക്ക് അറിയാത്തൊരു സംഭവമാണ് റെസ്റ്റോറൻറ്റ് സ്റ്റൈലിൽ എങ്ങനെ ഉണ്ടാക്കാം. അപ്പോൾ അത് ആദ്യം തന്നെ നമ്മൾ ചില്ലി ചിക്കൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കുകയാണ്. ഇൻഗ്രീഡിയൻസ് ഒക്കെ താഴെ എഴുതി കാണിക്കുന്നുണ്ട്. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, കുറച്ച് മുളക് പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, പിന്നെ വേണ്ട കുറച്ച് ഗരം മസാലൻ്റെ പൊടി, പിന്നെ കുറച്ച് ചെറിയ ജീരകത്തിൻ്റെ പൊടി. ഇത്രയാണ് ഇതിലേക്ക് പൊടികളായിട്ട് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ആവശ്യത്തിന് ഉപ്പിടുക. ഉപ്പ് ഒരു 1.5 ടീസ്പൂണോളം ഉപ്പ് ഇടുന്നുണ്ട്. 1 കിലോ ചിക്കനാണ് ഞാൻ എടുക്കുന്നത് കേട്ടോ. പിന്നെ അതാ ഒരു ചെറുനാരങ്ങൻ്റെ നീര്, ഒരു ചെറുനാരങ്ങ പിഴിഞ്ഞാൽ മതിയാവും. അപ്പോൾ അതാ 2 ടേബിൾ സ്പൂൺ വെച്ച് കൊടുത്താണ്. പിന്നെ കുറച്ച് ഫുഡ് കളർ കേട്ടോ, റെഡ് കളറാണ്, വേണമെങ്കിൽ ചേർത്താൽ മതി. ഇനിയിപ്പോൾ ഇതാ 1 കിലോ ചിക്കൻ നിങ്ങൾക്ക് ചെറുതായിട്ടോ വലുതായിട്ടോ അങ്ങനെ വേണമെങ്കിലും കട്ട് ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ അത്യാവശ്യം വലിയ പീസായിട്ട് നമ്മൾ കറിയിലൊക്കെ ഉണ്ടാക്കുന്ന പോലെ കുറച്ച് അത്യാവശ്യം വലിയ പീസായിട്ടാണ് മുറിച്ചത് കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ മുറിച്ചെടുക്കുക. ഇനിയിപ്പം ബോൺലെസ് ആയിട്ട് വേണമെങ്കിൽ അങ്ങനെ എടുക്കുക. ഞാനിവിടെ ബോണോട് കൂടിയിട്ടുള്ള ചിക്കൻ തന്നെയാണ് എടുത്തത്. എന്നിട്ട് അത് നന്നായിട്ട് മസാല പരട്ടിയിട്ടുണ്ട്. ഇതിന് അരമണിക്കൂറെങ്കിലും നമ്മളതൊന്ന് ഫ്രിഡ്ജിൽ വെക്കണം കേട്ടോ, ഒന്ന് മസാല ഒന്ന് പിടിക്കട്ടെ. ഇനിയിപ്പോൾ ഇതാ ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. വലിയ കടായി പോലത്തെ ഒരു പാനാണ്. അതിലേക്ക് ഇതാ കുറച്ച് ഓയിൽ വെച്ച് കൊടുക്കുക. ഒരു 1/4 കപ്പൊക്കെ വേണ്ടി വരും. നമുക്കിത് ചിക്കൻ പൊരിക്കാനുള്ളതാണ് കേട്ടോ. ഇനി ആ എണ്ണയിലേക്ക് ഇതാ നമ്മൾ ചൂടായതിന് ശേഷം ചിക്കനൊക്കെ ഇട്ട് കൊടുക്കുക. ഒരു മീഡിയം തീയിൽ ഇട്ടിട്ട് വേണം നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്യാൻ കേട്ടോ. അത് ഈ ഒരു കറിക്ക് എന്നല്ല, എന്തിനെന്നാണെങ്കിലും ഞാൻ എപ്പോഴും പറയുന്നതാണ്, ചിക്കൻ നല്ല ജ്യൂസി ആയിട്ടും നല്ല ടേസ്റ്റിലും കിട്ടണമെങ്കിൽ ആ ഒരു മീഡിയം തീയിൽ ഇട്ടിട്ട് തന്നെ പൊരിക്കണം എന്നുള്ള. ഒരു ഭാഗം ഒരു 3-4 മിനിറ്റ് മാക്സിമം ആണ്. അപ്പം അതിൻ്റെ ഇടയിൽ നമ്മൾ തിരിച്ചിട്ട് കൊടുക്കുക. ഒരു 3-4 മിനിറ്റ് കഴിഞ്ഞാൽ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക. രണ്ട് ഭാഗവും 3-4 മിനിറ്റ് നേരം വേവിച്ചെടുത്താൽ നമ്മളെ ചിക്കൻ അടിപൊളിയായിട്ട് വെന്ത് കിട്ടും. അതുപോലെ തന്നെ നല്ല സോഫ്റ്റ് ആയിരിക്കും. ഒരു ചേരി പോലെ ഉണ്ടാവില്ല കേട്ടോ, നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ നമുക്ക് തിന്നാൻ വേണ്ടി പറ്റും. ഇപ്പോൾ ഇതാ ഈ ഒരു രീതിയിൽ എല്ലാ ചിക്കനും ഞാനിവിടെ പൊരിച്ചെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ആ സെയിം പാത്രം തന്നെ കേട്ടോ, ഇത് എണ്ണ മാറ്റിയിട്ടുണ്ട്. എണ്ണ ഞാൻ വേറെ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. ഇനി അതിൽ നിന്ന് അതിൻ്റെ മേലുള്ള ആ ഒരു എണ്ണ തന്നെയാണ് നമ്മൾ ഈ ഒരു കറിക്ക് എടുക്കുക കേട്ടോ. അപ്പോൾ അതിങ്ങനെ വേറെ മാറ്റിയാലാണ് അടിയിലുള്ള ആ ഒരു എന്താ പറയുക, ചണ്ടിയൊക്കെ മാറിക്കിട്ടുള്ളൂ. അതിന് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഇതാ കുറച്ചും കൂടെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ടിട്ട് ചെറിയ തീയിൽ ഇഞ്ചി വെളുത്തുള്ളി ഒന്ന് വഴറ്റിയെടുക്കുക കേട്ടോ. ഇഞ്ചി വെളുത്തുള്ളി ഇടുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കുക, ചെറിയ തീയായിരിക്കണം. ഇനിയിപ്പോൾ അതാ ചെറിയ തീയിൽ വാട്ടിയതിന് ശേഷം ഇതിലേക്ക് ഞാൻ ഒരു തക്കാളി എടുത്തിട്ടുണ്ട് കേട്ടോ. ചെറിയ സൈസാണെങ്കിൽ ഒന്ന് മതി. ഇതിപ്പം ഇവിടെ വലിയതായതുകൊണ്ട് ഞാൻ അതിൻ്റെ പകുതിയാണ് എടുത്തത്. എന്നിട്ട് ആ തക്കാളി ഒന്ന് ചെറുതായിട്ടൊന്ന് ഉടഞ്ഞോട്ടെ കേട്ടോ, ഒരുപാട് അങ്ങ് ഉടയണ്ട, എന്നാലും ചെറുതായിട്ട് ഒന്ന് ഉടയാൻ തുടങ്ങിയാൽ അതിലേക്ക് ഇത് 2 മീഡിയം സൈസുള്ള, മീഡിയം അല്ല കുറച്ച് അത്യാവശ്യം വലിയ സൈസുള്ള 2 ഉള്ളിയും 2-3 പച്ചമുളകും അതേപോലെ തന്നെ 2 ക്യാപ്സിക്കുമാണിത്. ഇതെല്ലാം ഇങ്ങനെ സ്ക്വയറിലാണ് നമ്മൾ മുറിച്ചെടുക്കുക കേട്ടോ. പിന്നെ ഇത് സ്പ്രിംഗ് ഓനിയൻ്റെ ഗ്രീനും വൈറ്റും ഞാനിവിടെ വേറെ വേറെ ആക്കിയിട്ടാണ് അരിഞ്ഞു വെച്ചത്. അപ്പോൾ അതിൽ വൈറ്റ് മാത്രം ഇപ്പോൾ ചേർത്ത് കൊടുക്കുക. എന്നുള്ളത് എല്ലാം കൂടെ നന്നായിട്ട് ഇനി നമ്മൾ ഹൈ ഫ്ലെയിം ആക്കി വെക്കണം. ഹൈ ഫ്ലെയിമിലാണ് ഇനി അങ്ങോട്ടേക്കുള്ള കുക്കിംഗ് കേട്ടോ. ഇനി ഇതാ ഹൈ ഫ്ലെയിമിൽ ഒരു 2 മിനിറ്റ് അല്ലെ 3 മിനിറ്റ് ഒക്കെ മാക്സിമം മതിയാവും. വെജിറ്റബിൾസ് അങ്ങനെ ഒരു ഹാഫ് കുക്കേ ആവാൻ പാടുള്ളൂ കേട്ടോ. ഹാഫിൻ്റെ മേലേക്ക് ഇത് കുക്കായി പോകാൻ പാടില്ല. നല്ല ക്രഞ്ചി ആയിട്ട് നമുക്ക് വെജിറ്റബിൾസ് കിട്ടണം. ഇനിയിപ്പോൾ ഇതിലേക്ക് ഈ ഒരു വെജിറ്റബിൾസിലേക്ക് ആവശ്യമുള്ള ഉപ്പാണ് ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്നത്. ഒരു കുറച്ച് മതി, അതിനൊരു കണക്കൊന്നുമില്ല, കുറച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒന്നും കൂടെ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് എടുക്കുക കേട്ടോ. ഹൈ ഫ്ലെയിമിലാണ് മൊത്തം ചെയ്യേണ്ടത്. ഇനിയിപ്പോൾ വെജിറ്റബിൾസ് ഒക്കെ ഒരു ഹാഫ് കുക്ക് ആയിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ സോസുകളാണ് ചോദിക്കുന്നത്. കറിയിലേക്ക് ഒഴിക്കുന്ന സോസ് എന്ന് പറയുന്നത് സോയാ സോസ്, ലൈറ്റ് സോയാ സോസ് ആയിരിക്കണം കേട്ടോ, കുറച്ച് വെള്ളം പോലെ ഉള്ളത്. ഒരു 4 ടേബിൾ സ്പൂണോളം ഒഴിച്ച് കൊടുത്താണ്. പിന്നെ അത് 1 ടേബിൾ സ്പൂൺ വിനെഗർ ഒഴിക്കുന്നുണ്ട്. പിന്നെ കുറച്ച് ടൊമാറ്റോ കെച്ചപ്പാണ്, അതൊരു 3 ടേബിൾ സ്പൂണോളം എടുത്തിട്ടുണ്ട്. പിന്നെ ചില്ലി സോസ് കേട്ടോ, എരിവുള്ള ഏതെങ്കിലും ഒരു സോസ് വേണം. അപ്പോൾ അതാ ഒരു അര ടേബിൾ സ്പൂൺ വെച്ചാണ്. ഇത്രയേ ഉള്ളൂ സോസുകൾ. ഇനി ഇതെല്ലാം കൂടെ ഹൈ ഫ്ലെയിമിൽ തന്നെ ആ ഒരു സോസിൻ്റെ ഒരു പച്ചമണം മാറുന്ന വരെ 1 മിനിറ്റ് നേരം ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് ഇതിനൊന്ന് തിളപ്പിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ അതാ ഈ ഒരു സോസിൻ്റെ ഒക്കെ ഒരു പച്ചമണമൊക്കെ ഒന്ന് മാറി വരുന്നുണ്ട്. നന്നായിട്ട് തിള വരണം കേട്ടോ. നന്നായിട്ട് തിളച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് കുറച്ച് വെള്ളം കൂടെ ഞാൻ ചേർക്കുന്നുണ്ട്. നിങ്ങൾക്ക് വെള്ളം വേണ്ടാന്നുണ്ടെങ്കിൽ ഈ ഒരു രീതിയിൽ ഇങ്ങനെ തന്നെ വേണമെങ്കിൽ, ഭയങ്കര ഡ്രൈ ആയിട്ടുള്ള ചില്ലി ചിക്കനാണ് വേണ്ടിയെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുത്താൽ മതി. ഞാൻ ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതാ 1 കപ്പോളം ഞാൻ വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ആ വെള്ളത്തിലേക്ക് തന്നെ നമ്മളിതാ ഈ ഒരു പൊരിച്ച് വെച്ച ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഈ ചിക്കനും ഈ ഒരു കറിയും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എല്ലാം ഹൈ ഫ്ലെയിമിൽ തന്നെയാണ് ഇപ്പോൾ ഉള്ളത് കേട്ടോ. നല്ല ഹൈ ഫ്ലെയിമിലാണ് ഈ ഒരു മൊത്തത്തിൽ ഇതിൻ്റെ കുക്കിംഗ് കഴിയുന്നവരെ നമുക്ക് വേണ്ടിയത്. അപ്പോൾ അത് നന്നായിട്ട് ചിക്കനും ആ ഒരു വെജിറ്റബിൾസും അതുപോലെ തന്നെ അതിൻ്റെ ഗ്രേവിയൊക്കെ എല്ലായിടത്തും പൊതിയുന്ന രീതിയിൽ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനിയിപ്പോൾ അത് ലാസ്റ്റ് സ്പ്രിംഗ് ഒനിയൻ്റെ ആ ഗ്രീൻ ഭാഗമില്ല, അതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇത് 2 ടീസ്പൂൺ കോൺഫ്ലവറും ഒരു 1/4 കപ്പ് വെള്ളം കൂടെ ചേർത്ത് മിക്സ് ചെയ്ത് വെച്ചതാണ് കേട്ടോ. എൻ്റെ കയ്യിലുള്ള ഇതാണ് ടീസ്പൂണിൻ്റെ കണക്ക്. എന്നിട്ട് അതിലേക്ക് ഒഴിച്ച് കൊടുക്കുക.
അത് ഒഴിക്കുന്ന സമയത്ത് നമ്മൾ ആ ഒഴിച്ച വെള്ളമൊക്കെ ഇല്ല അതൊക്കെ പെട്ടെന്ന് അങ്ങ് നല്ല കട്ടിയായിട്ട് കുറുകിയിട്ട് വരും കേട്ടോ. നല്ല കറക്റ്റ് പാകത്തിലുള്ള ചില്ലി ചിക്കൻ്റെ ആ ഒരു ഗ്രേവി ആയിട്ട് വരും. ഒരുപാടങ്ങ് ലൂസും അല്ല ഒരുപാടങ്ങ് കട്ടിയും അല്ലാത്ത രീതിയിൽ നമുക്കിത് കിട്ടും. ഈ ഒരു ചില്ലി ചിക്കൻ എന്ന് പറയുന്നത് നമുക്ക് ഒരുപാട് കറി ഉണ്ടാവില്ല കേട്ടോ, അങ്ങനെ കോരി ഒഴിക്കുന്ന കറിയല്ല, ഈ ഒരു രീതിയിലാണ് ഉണ്ടാവുക. എന്നാൽ നല്ല ടേസ്റ്റിയാണ്, അത്യാവശ്യത്തിനുള്ള ഗ്രേവിയും വെജിറ്റബിൾസും ഒക്കെ ഉണ്ടാവും. അപ്പോൾ അതല്ല അടിപൊളിയായിട്ടുള്ള നമ്മളെ ചില്ലി ചിക്കൻ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ തീ ഓഫ് ചെയ്യാണ്. ഇനി ഇതിലേക്ക് ലാസ്റ്റ് കുറച്ചും കൂടെ ആ ഒരു ഫ്രഷ് ആയിട്ടുള്ള സ്പ്രിംഗ് ഒനിയൻ കൂടെ ഇതിൻ്റെ മേലെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അടിപൊളിയാണ്, എന്തിൻ്റെ കൂടെ കഴിക്കാൻ, വെറുതെ കഴിക്കാൻ വരെ നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു ചിക്കൻ കറി. ഇനിയിപ്പോൾ അടുത്തത് നമ്മൾ ഫ്രൈഡ് റൈസിലേക്ക് പോവുകയാണ്. ആദ്യം ഞാൻ ഷെഷ്വാനാണ് കാണിക്കുന്നത്, ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നത് കേട്ടോ. ഹോം മെയ്ഡ് ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു എന്താ പറയുക ഈസി പീസി ഷെഷ്വാൻ എന്ന് പറയില്ല, അതാണ് കേട്ടോ. അപ്പോൾ അതിലേക്ക് കുറച്ച് ഓയിലും ബട്ടറും ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതായത് ലേശം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട്, ഒരു ടീസ്പൂണൊക്കെ ഉണ്ടാവുള്ളൂ കേട്ടോ. എന്നിട്ട് ഇതാ നന്നായിട്ട് ചെറിയ തീയിൽ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക, അതിൻ്റെ ഒരു പച്ചമണം മാറുന്നവരെ, അതാണ് കണക്ക്. ഇനിയിപ്പോൾ ഇതിലേക്ക് ഇതാ സ്പ്രിംഗ് ഒനിയൻ്റെ വൈറ്റ് ഭാഗം അതിട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അത് ഒന്ന് ചെറുതായിട്ട് ചെറിയ തീയിൽ, ഇതൊക്കെ ചെറിയ തീയിൽ ചെയ്യുക, ബാക്കി ഹൈ ഫ്ലെയിമിൽ ആക്കി വെച്ചാൽ മതി. അപ്പോൾ അതാ ഒരു സ്പ്രിംഗ് ഒനിയൻ്റെ വൈറ്റ് ഭാഗം ഒന്ന് വാടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതാ വെജിറ്റബിൾസ് എന്ന് പറയുന്നത് ഞാനിവിടെ ബീൻസ് എടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ ക്യാപ്സിക്കം എടുത്തിട്ടുണ്ട്. ക്യാപ്സിക്കം കളറൊക്കെ ഉണ്ടെങ്കിൽ അത് കൊടുക്കാം കേട്ടോ. പിന്നെ അതാ കുറച്ച് ക്യാരറ്റും എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ബീൻസ് ആണ് ഈ കൂട്ടത്തിൽ കുറച്ചൊരു വേവുള്ളത്. അപ്പോൾ ആദ്യം ബീൻസ് ഇട്ട് കൊടുക്കുക കേട്ടോ. നിങ്ങൾ എടുക്കുന്ന വെജിറ്റബിൾസിൽ ഏതാണ് കുറച്ചധികം വേവുള്ളതെന്ന് വെച്ചാൽ അത് ഫസ്റ്റ് ഇട്ട് കൊടുക്കുക, പിന്നെ അതിൻ്റെ അങ്ങനെ ഓർഡർ അനുസരിച്ച് ഇട്ട് കൊടുത്താൽ മതി. ഇനി ബീൻസ് ഇതിലേക്ക് ഇട്ട് ഹൈ ഫ്ലെയിം ആക്കി വെച്ചിട്ട് ഒരു 2-3 മിനിറ്റ് മാക്സിമം ഇതൊന്ന് നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കുക കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കുക. ഇപ്പോൾ അതാ ഒരു 2-3 മിനിറ്റ് ആയിട്ടുണ്ട്, ഒരു ഹാഫ് കുക്ക് ആയിട്ടുണ്ട് കേട്ടോ. ഇതും ഒരുപാട് അങ്ങ് വെന്ത് പോകാൻ പാടില്ല, ഹാഫേ ഒരു വേവാൻ പാടുള്ളൂ കേട്ടോ. ഇനിയിപ്പോൾ അതിലേക്ക് അടുത്തെന്ന് പറയുന്നത് ക്യാപ്സിക്കം ഇട്ട ഉടനെ തന്നെ അങ്ങ് വെന്തു പോകും. അപ്പോൾ നമുക്ക് ക്യാരറ്റാണ് പിന്നെ ചേർത്ത് കൊടുക്കേണ്ടത്. ക്യാപ്സിക്കം ലാസ്റ്റ് ചേർത്താൽ മതി കേട്ടോ. അപ്പോൾ ക്യാരറ്റ് ഇട്ടതിന് ക്യാരറ്റിന് പിന്നെ ബീൻസിൻ്റെ അത്ര ഇതില്ല, ഒരു 2 മിനിറ്റ് മാക്സിമം ആണ്, ഒരു 2 മിനിറ്റ് കേട്ടോ. 2 മിനിറ്റ് നേരം ഇട്ടിട്ട് ഒരു ഹൈ ഫ്ലെയിമിൽ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇപ്പോൾ ഇതാ ക്യാരറ്റ് റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതാ ക്യാപ്സിക്കം ചേർത്ത് കൊടുക്കുക. ക്യാപ്സിക്കം ചേർത്ത് കഴിഞ്ഞാൽ 1 മിനിറ്റ് മതിയാവും കേട്ടോ. ഹൈ ഫ്ലെയിമിൽ ഒന്ന് മിക്സ് ചെയ്തെടുക്കാന്നില്ല, അത്രേ ഉള്ളൂ. കാരണം ക്യാപ്സിക്കം പെട്ടെന്ന് അങ്ങ് വെന്തു പോകും. ഒരു വെജിറ്റബിളും നമ്മൾ ഇതിൽ ചേർക്കുന്നത് വെന്ത് കുഴഞ്ഞു പോകാൻ പാടില്ല. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇങ്ങനെ ടോസ്റ്റ് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ അതെല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി ഈ വെജിറ്റബിൾസിലേക്ക് വേണ്ടിയ ഉപ്പും ചേർത്ത് കൊടുക്കുക. ഇതുവരെ നമ്മൾ ഉപ്പൊന്നും ചേർത്തിട്ടില്ല, അപ്പോൾ അതിൽ വേണ്ടിയ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി. ഒരുപാട് അങ്ങ് ഉപ്പ് ഇടണ്ട കേട്ടോ, ആദ്യം നമ്മളിലും സോസുകളൊക്കെ വരും. അപ്പോൾ അതുകൊണ്ട് കണക്കായിട്ടുള്ള ഉപ്പ് മാത്രമേ ചേർക്കാൻ പാടുള്ളൂ. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതെന്താ ചെയ്യാന്ന് വെച്ചാൽ ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ നമ്മളിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റുകയാണ് കേട്ടോ. നമ്മളെ കറക്റ്റ് പാകത്തിൽ എല്ലാം ഒരു ഹാഫ് കുക്കായിട്ട് വന്നതാണ്. ഇനിയിപ്പോൾ ഞാൻ വേറൊരു പാത്രത്തിലേക്ക് ഇത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് ഒരാഴ്ച വരെ ഫ്രിഡ്ജിൽ വെക്കാനും വേണ്ടി പറ്റും കേട്ടോ. നമുക്ക് ഇങ്ങനെ ബോക്സിലാക്കി വെച്ചാൽ മതി. ഇനിയിപ്പോൾ അടുത്തത് ആ സെയിം പാൻ തന്നെ കേട്ടോ. അതിലേക്ക് ഇതാ കുറച്ചും കൂടെ ഓയിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അതൊരു 5 മുട്ട ഞാൻ എടുത്തിട്ടുണ്ട്, ഉപ്പും കൂട്ടിയിട്ട് ഒന്ന് വിസ്ക് ചെയ്തെടുത്തതാണ്. എന്നിട്ട് ജസ്റ്റ് ഒന്ന് അതിനൊന്ന് സ്ക്രാമ്പിൾ ചെയ്ത് എടുക്കണം കേട്ടോ. അപ്പോൾ ഈ ഒരു ഫ്രൈഡ് റൈസിൻ്റെ ഒരു ഇത് ഞാൻ പറഞ്ഞുതരാം. ഫ്രൈഡ് റൈസ് എപ്പോഴും നല്ല എന്താ പറയുക ചൂടോട് കൂടി മിക്സ് ചെയ്ത ഉടനെ കഴിക്കുന്ന ഒരു സാധനമാണ് ഫ്രൈഡ് റൈസ് എന്ന് പറയുന്നത്. അപ്പോൾ എന്താ എപ്പോഴും ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മളിങ്ങനെ മുട്ടയും അതുപോലെ തന്നെ വെജിറ്റബിൾസ് ഒക്കെ ഞാനിപ്പോൾ കാണിച്ചു തന്നല്ലോ, അതുപോലെ ആക്കിയിട്ട് എപ്പോഴും ഫ്രിഡ്ജിൽ വെക്കുക. ഫ്രിഡ്ജിൽ വെക്കുന്തോറും അതിന് ടേസ്റ്റും കൂടുതലാണ് കേട്ടോ. ചോറൊക്കെ തന്നെ നമ്മൾ കുറച്ച് മുന്നേ ഉണ്ടാക്കി വെക്കണം, എന്നാലാണ് ആ ഒരു ഫ്രൈഡ് റൈസിന് ടേസ്റ്റ് ഉണ്ടാവുക. ഉണ്ടാക്കിയ ഉടനെ തന്നെ ആ ചോറ് വെച്ചിട്ട് ഉണ്ടാക്കുമ്പോൾ ഫ്രൈഡ് റൈസിന് നമ്മൾ ആ ഒരു റെസ്റ്റോറൻറ്റിൽ നിന്ന് കിട്ടുന്ന ആ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല. കറക്റ്റ് പാകത്തിൽ കിട്ടണമെങ്കിൽ ഒന്ന് കുറച്ച് മുന്നേ അപ്പോൾ ഉച്ചക്കത്തേക്ക് നമ്മൾ ചോറ് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ രാവിലെ ആക്കി വെച്ചാലും പ്രശ്നമില്ല, അല്ലെങ്കിൽ തലേന്ന് ആക്കിയതായാലും കുഴപ്പമില്ല. ഇപ്പൊ നമ്മൾ സ്ക്രാമ്പിൾ ചെയ്ത മുട്ടയും മാറ്റി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ഉണ്ടാക്കാൻ വേണ്ടി തുടങ്ങുകയാണ്. എങ്ങനെ ഉണ്ടാക്കാന്നുള്ള ഞാൻ പറഞ്ഞുതരാം. കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്, തീ കത്തിച്ചിട്ടില്ല. ആ ഒരു ഇതിൽ തന്നെ കുറച്ച് വിനെഗറും അതുപോലെ തന്നെ കട്ടിയുള്ള സോയാ സോസാണ് വേണ്ടിയത്. പിന്നെ അതാ 1 കപ്പോളം ഞാൻ ചോറ് എടുത്തിട്ടുണ്ട്. 1 കപ്പ് എന്ന് പറഞ്ഞാൽ മെഷറിംഗ് കപ്പല്ല, എൻ്റെ കയ്യിലുള്ള ഈ ഒരു കപ്പ് കേട്ടോ. ഒരാൾ കഴിക്കുന്ന ഒരു പോർഷനായിട്ടാണ് ഞാൻ ഉണ്ടാക്കി കാണിച്ചു തരുന്നത്. ഇങ്ങനെ എടുത്താൽ മതി. നമ്മൾ ചോറും ഫ്രിഡ്ജിൽ ബോക്സിലാക്കി വെക്കുക. അതുപോലെ തന്നെ ഞാൻ കാണിച്ചു തന്നല്ലോ, നമ്മൾ വെജിറ്റബിൾസും ബോക്സിലാക്കി വെക്കുക. അതുപോലെ തന്നെ ആ ഒരു എഗ്ഗും അങ്ങനെ ഉണ്ടാക്കി വെച്ചാൽ വർക്കിംഗ് വുമൻസിനൊക്കെ നല്ലതാണ്. വർക്കിംഗ് വുമൻസ് എന്നല്ല മെൻസ് ആണെങ്കിലും എല്ലാം തന്നെ ഇങ്ങനെ ഉണ്ടാക്കി വെച്ചാൽ പെട്ടെന്ന് വന്ന് ഉണ്ടാക്കി എപ്പോഴും നല്ല ചൂടോടുകൂടി അടിപൊളിയായിട്ടുള്ള നമ്മൾ റെസ്റ്റോറൻറ്റിൽ നിന്ന് കഴിക്കുന്ന പോലെ കഴിക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ അത് ആ ചോറായിലിട്ടിട്ട് നന്നായിട്ട് ഇതിനെ ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഇങ്ങനെ ഒന്ന് വരട്ടി എടുക്കാമെന്ന് പറയില്ല, അങ്ങനെ ചെയ്യണം. കുറച്ചും കൂടെ ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അത് ഞാൻ പറഞ്ഞല്ലോ, ഷെഷ്വാൻ ആവണമെങ്കിൽ ചില്ലി സോസ് വേണം. ചില്ലി സോസ് ചില്ലി പേസ്റ്റാണ് ചേർക്കേണ്ടത്. നമ്മൾ സാധാ ചുവന്ന മുളകും അതുപോലെ തന്നെ കാശ്മീരി മുളകും കൂടെ ചൂടുവെള്ളത്തിൽ പൊതിർത്തിയിട്ട് അരച്ചെടുക്കുന്നതാണ് കേട്ടോ. അതിൽ കുറച്ച് ഗാർലിക്കും എല്ലാം ചേർത്തിട്ട് നമ്മൾ നന്നായിട്ട് വേവിച്ചതിൻ്റെ ശേഷം, വേവിക്കല്ല ഒന്ന് ചൂടുവെള്ളത്തിലിട്ട് പൊതിർത്തതിൻ്റെ ശേഷം അരച്ചെടുക്കും. അരച്ചെടുത്തതിന് ശേഷം നമ്മൾ എണ്ണയിൽ അതിനൊന്ന് വറ്റിച്ചെടുക്കും.
അതാണ് ആ ഒരു ചില്ലി പേസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അതിന് കുറച്ച് പണിയുള്ളതുകൊണ്ട് ഇത് ഈസി പീസി ആയിട്ടാണ് ഞാൻ കാണിച്ചു തന്നത്. എരിവുള്ള നമ്മളെ സോസ് എപ്പോഴും നമ്മൾ റെഡി ഉണ്ടാവുമല്ലോ, അപ്പോൾ അത് വെച്ചിട്ടാണ് കാണിച്ചു തരുന്നത്. ഇനിയിപ്പോൾ ഇതാ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച വെജിറ്റബിൾസിൻ്റെ മിക്സും കുറച്ച് മുട്ടയും കുറച്ച് ഇതാ സ്പ്രിംഗ് ഒനിയനും മൂന്നും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതെല്ലാം കൂടെ ഹൈ ഫ്ലെയിമിൽ ഒരു 2-3 മിനിറ്റ് നേരം നന്നായിട്ട് ഇതൊന്ന് എന്താ പറയുക റോസ്റ്റ് ചെയ്തെടുക്കാന്നൊക്കെ പറയില്ല, അങ്ങനെ ചെയ്യണം കേട്ടോ. അരിയൊക്കെ നന്നായിട്ടൊന്ന് മൊരിഞ്ഞ് വരണം, അതുവരെയാണ് ഇത് നന്നായിട്ട് ഇതാക്കി എടുക്കേണ്ടത്. അപ്പോൾ ഞാൻ പറയുന്നതാണ്, ഫ്രൈഡ് റൈസ് എന്ന് പറഞ്ഞാൽ ഫ്രൈ ചെയ്ത റൈസ് തന്നെയാണ് കേട്ടോ. ഈ ഒരു രീതിയിൽ നന്നായിട്ട് ഇങ്ങനെ മൊരിച്ചെടുക്കണം, എന്നാലാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ അത് ഏകദേശം ഒന്ന് റെഡിയായി വന്നിട്ടുണ്ട്. ഈ ഒരു രീതിയിൽ കണ്ട ആ ഒരു അരിക്കൊക്കെ കണ്ട നല്ല തിളങ്ങുന്ന രീതിയിൽ നല്ല മൊരിഞ്ഞ് വന്നാണ്. ഇനിയിപ്പോൾ അതവിടെ മാറ്റിയിട്ടുണ്ട്. ഇനിയിപ്പോൾ സാധാ വൈറ്റ് കളറിലുള്ളതാണ് കാണിക്കുന്നത് കേട്ടോ. കുറച്ച് ഓയിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഇതാ കുക്ക് ചെയ്ത റൈസും കുറച്ച് ഉപ്പും ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആ അരിനെ ഒന്ന് വറുത്തെടുക്കുക. അരിയല്ല, ചോറിനാണ്. ചോറിനെ ഒന്ന് വറുത്തെടുക്കുക കേട്ടോ. റൈസ് ഒന്ന് ഒരു തിളങ്ങുന്ന രീതിയിൽ ഷൈനിങ് ഒക്കെ ആകുന്നവരെ ഒന്ന് വറുത്തെടുക്കുക. ഇനിയിപ്പോൾ ഇതിലേക്ക് സോസുകളൊന്നും വേണ്ട, കുറച്ച് വിനെഗർ ഞാൻ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇത് വൈറ്റ് കളറിലാണല്ലോ വേണ്ടി, അതുകൊണ്ട് നമ്മൾ ഈ വിനെഗർ മാത്രമേ ഇല്ല ആവശ്യമുള്ളൂ. 1 ടീസ്പൂണൊക്കെ മതിയാവും കേട്ടോ, ഒരാൾക്ക് തിന്നുന്ന പോർഷനാണ്. അതിലേക്ക് നേരത്തെ കാണിച്ച പോലെ തന്നെ കുറച്ച് മുട്ടൻ്റെ മിക്സും അതുപോലെ തന്നെ നമ്മളെ വെജിറ്റബിൾസിൻ്റെ മിക്സും ഇട്ട് കൊടുക്കുക. പിന്നെ കുറച്ച് സ്പ്രിംഗ് ഒനിയൻ ഇട്ട് കൊടുക്കുക. പിന്നെ വേണ്ടിയ കുറച്ച് കുരുമുളകും വേണം കേട്ടോ, കുരുമുളക് ചതച്ചത്. പിന്നെ അതാ 1 ടീസ്പൂണോളം ബട്ടർ, അൺസോൾട്ടഡ് ബട്ടറും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒന്നും കൂടെ 2-3 മിനിറ്റ് നേരം ഇതിനൊന്ന് വറുത്തെടുക്കണം. നന്നായിട്ട് വറുത്തെടുക്കുക കേട്ടോ. അരിയൊക്കെ നന്നായിട്ടൊന്ന് മൊരിഞ്ഞ് വരണം. ഇതാണ് നമ്മളെ വൈറ്റ് കളറിലുള്ള ഫ്രൈഡ് റൈസ്. ഇനിയിപ്പോൾ അതാ എല്ലാം വിളമ്പി വെച്ചിട്ടുണ്ട്. നമ്മൾ അടിപൊളിയായിട്ടുള്ള ആ ഒരു ചില്ലി ചിക്കനും വിളമ്പിയാണ്. ഇത് നമ്മളെ ഷെഷ്വാൻ, നമ്മൾ എന്താ പറയുക ഒത്തൻറ്റിക് ഇതല്ല, എന്നാലും വീട്ടിലുണ്ടാക്കാൻ പറ്റുന്ന എളുപ്പത്തിലുള്ളത് കേട്ടോ. പിന്നെ അതാ വൈറ്റ് കളറിലുള്ള ഫ്രൈഡ് റൈസും. ഇത് നിങ്ങളിപ്പോൾ ഈ ഒരു ഫ്രൈഡ് റൈസിൽ ചിക്കൻ ചേർത്ത് കൊടുത്താൽ ചിക്കൻ ഫ്രൈഡ് റൈസ് ആവും. അതുപോലെ തന്നെ ചെമ്മീൻ ചേർത്ത് കൊടുത്താൽ പ്രോൺസ് ഫ്രൈഡ് റൈസ് ആവും. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചേർക്കട്ടോ. മീറ്റ് എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചേർത്ത് കൊടുത്താൽ മതി. ഞാൻ പിന്നെ ഓൾറെഡി നമ്മൾ ചിക്കൻ ഉണ്ടാക്കുന്നുണ്ടല്ലോ, അതുകൊണ്ട് ഇതിൽ വേറെ ഒന്നും ചേർത്തിട്ടില്ല. അടിപൊളി ടേസ്റ്റിയാണ്. ഇത് നിങ്ങൾ ഈ ഒരു രീതിയിൽ ഒരു പ്രാവശ്യം ഉണ്ടാക്കി കഴിഞ്ഞിട്ട് നിങ്ങളൊന്ന് എനിക്ക് മെസ്സേജ് ചെയ്യും കേട്ടോ. അപ്പോൾ എങ്ങനെയാണ്, ഇഷ്ടമായിണോ ഇല്ല എന്നുള്ള 100% ഞാൻ നിങ്ങൾക്ക് ഗ്യാരണ്ടി തരുന്ന റെസിപ്പിയാണ്. അടിപൊളി, നമുക്ക് റെസ്റ്റോറൻറ്റിൽ നിന്ന് കിട്ടുന്നതിനെക്കാട്ടിലും എന്ന് പറയാം കേട്ടോ. അതേ ടേസ്റ്റ് എന്നല്ല, അതിനേക്കാൾ ടേസ്റ്റി ആയിരിക്കും. അപ്പോൾ എന്നും പറയുന്ന പോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടമായിണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ ആരും മറന്നു പോകരുത്. കണ്ടിട്ട് എല്ലാവരും പോവുകയാണ് കേട്ടോ. ലൈക്ക് ബട്ടൺ ആരും തന്നെ ക്ലിക്ക് ചെയ്യുന്നില്ല. ഒന്ന് ജസ്റ്റ് ഒന്നൊക്കെ നിൽക്കേണ്ട ഒരു പണിയല്ലുള്ളൂ, വലിയ മെനക്കെടുള്ള പണിയല്ലല്ലോ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാൻ. ആരും അറിയയില്ല കേട്ടോ നിങ്ങളിത് ലൈക്ക് ചെയ്തെന്നുള്ളത്. പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്തേക്കാം. അപ്പം ഇൻഷാ അല്ലാഹ് ഇനി അടുത്ത വീഡിയോയിൽ കാണാം. അസ്സലാമു അലൈക്കും.